അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം സിദ്റത്തുൽ മുൻതഹയിൽ നിൽക്കുകയാണ്. ഇനി ഇവിടന്നങ്ങോട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന് പ്രവേശനമില്ല. പുണ്യ ഹബീബ് ഒറ്റക്കാണ് സൃഷ്ടാവിൻ്റെ സവിധത്തിലേക്ക് പോകേണ്ടത്. നാം പറഞ്ഞല്ലോ, സിദ്റത്തുൽ മുൻതഹ എന്നത് മലക്കുകളുടെ പ്രവേശനാനുമതിയുള്ള അറ്റമാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് പെർമിഷനില്ല. ആ സമയത്ത് ജിബ്രീൽ അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞു, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, ഭയപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് ഗമിക്കുക, എന്നെ ഇവിടെ നിർത്തുക, എനിക്കിവിടെ നിന്ന് അങ്ങോട്ട് വരാൻ കഴിയില്ല. അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ, ഖയ്യൂമായ റബ്ബിനോട് മുനാജാത്ത് നടത്തി സംഭാഷണം നടത്തിക്കൊണ്ട് സന്തോഷിക്കുക, സായുജ്യമടയുക, എന്നിട്ട് തിരിച്ചു വരൂ, ഞാനിവിടെ കാത്തു നിൽക്കാം. അവിടെ നിന്നങ്ങോട്ട് ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനെ വിട്ടുകൊണ്ട് തനിയെ അള്ളാഹു എന്ന ഒരു ചിന്ത മാത്രം മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ട് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കാഴ്ച, അള്ളാഹുവിനെ കാണാനുള്ള ഒരു അവസരം ലഭിക്കുമ്പോൾ ആ സമയത്ത് പുണ്യ ഹബീബിൻ്റെ നാവിലൊഴുകിയെത്തുന്ന മനോവികാരത്തിൻ്റെ ശബ്ദാവിഷ്കാരം നാം ഇന്ന് ഓരോ ദിവസവും ഒരുപാട് തവണ നമ്മുടെ നമസ്കാരങ്ങളിൽ ഉരുവിടുന്ന ചില വാചകങ്ങളാണ്. അത്തഹിയാത്തു അൽ മുബാറകാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹ്. അതാണ് പുണ്യ ഹബീബ് അള്ളാഹുവിനോട് ആദ്യമായി നടത്തുന്ന സംഭാഷണം. അള്ളാഹുവേ, സർവ നന്മകളും സമ്മാനങ്ങളും പ്രസന്റേഷനുകളും ഒക്കെ നിങ്ങൾക്കുള്ളതാണ്. അള്ളാഹു പ്രത്യാഭിവാദം ചെയ്തത്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഏ നബിയായിട്ടുള്ളവരെ, താങ്കൾക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടാവിൻ്റെ രക്ഷയും കരുണയും എല്ലാം ഉണ്ടാവട്ടെ. പ്രവാചകർ പൂർത്തീകരിച്ചു, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നമുക്കും എല്ലാ സജ്ജനങ്ങൾക്കും സൃഷ്ടാവിൽ നിന്നുള്ള കരുണയും രക്ഷയും ഉണ്ടാവട്ടെ എന്ന്. ഇങ്ങനെയായിരുന്നു ആ സംഭാഷണത്തിൻ്റെ തുടക്കം. ആ സംഭാഷണത്തിൻ്റെ വാചക ശകലങ്ങളാണ് ദിനേന നാം നമസ്കാരങ്ങളിൽ പല പ്രാവശ്യം അത്തഹിയാത്തായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു യാസീനിൽ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന 58-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ തഫ്സീർ റൂഹുൽ മആനിയിൽ ഇത് വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിർഖാത്തുൽ മഫാത്തിഹ്, മിഷ്കാത്ത് എന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ വിശദീകരണം, അതിലും ഈ വിഷയം വളരെ വിശദമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്.